അപ്പോൾ നമ്മൾ കുറച്ച് ഗാഡ്ജറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ഈ ബ്രാൻഡിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ഇതിന് മുന്നേയും ഇവർ തന്ന കുറേ ഗാഡ്ജറ്റുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ചെറിൽ നിന്ന് തുടങ്ങാം. ഇതെന്താ സാധനം എന്നറിയാമോ? നമ്മുടെ ആപ്പിളിൻ്റെ ബാറ്ററി പാക്കാണ്. ആക്ച്വലി ആപ്പിൾ ഒഫീഷ്യലി ഇതേപോലെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആപ്പിൾ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് വേണം. ഇതിൻ്റെ തേർഡ് പാർട്ടി സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സാധനം എൻ്റെ കയ്യിലും ഉണ്ട്. ഏകദേശം 5000 എത്ര രൂപയ്ക്ക് മേടിച്ചതാണ്. ഭയങ്കര ഗുണമൊന്നുമില്ല. 0 to 70 ഒക്കെ ചാർജ് ആവും. പക്ഷേ അത്ര വെർത്താണെന്ന് എനിക്ക് തോന്നിയില്ല. ഇതെന്താ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ പുറകിലായിട്ട് ആ ഒരു വയർലെസ് ചാർജർ ഇല്ലേ, ആ ഒരു വയർലെസ് ചാർജറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്ക്, കുട്ടി പവർ ബാങ്ക്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫോണിൻ്റെ പുറകിലായിട്ട് ഇതിനെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കേസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മാക്സേഫ് കേസ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള കേസിൽ മാത്രമേ ഈ സാധനം ഒട്ടിയിരിക്കുള്ളൂ കേട്ടോ. അത് കണ്ടോ, നമ്മളിപ്പം ഇതിൽ വയ്ക്കുന്ന സമയത്ത് ഇതാ ചാർജായി. വാൾപേപ്പർ ഉണ്ടോ സുന്ദരൻ. ഈ ഒരു ബാറ്ററി പാക്കിനെ നമുക്കൊരു ടൈപ്പ് സി പോർട്ട് വെച്ചിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നല്ല ഉപയോഗമുള്ള പരിപാടിയാണ്. കാരണം ഐഫോൺ യൂസേഴ്സിൻ്റെ അവസ്ഥ അറിയാലോ, ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു നല്ലൊരു ലോങ് റൺ കിട്ടും. മേ ബി ഒരു 1.5 ദിവസം 1.25 ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് പോയെന്ന് വരാം. ഇവരുടെ ഈ വെബ്സൈറ്റിനകത്ത് ഈ സാധനങ്ങൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ. അടുത്ത് ഒരു പച്ച കട്ടയാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി പെട്ടി തുറന്നപ്പോൾ ഞാൻ നോക്കിയായിരുന്നു ഇതെന്തോന്നാണ് പരിപാടി എന്ന്. പക്ഷേ എന്നിട്ട് എനിക്ക് കത്തിയില്ല എന്താണെന്നുള്ളത്. ഹെഡ്ഫോൺ ആണെന്നാണ് എൻ്റെ ഒരു ഹെഡ്ഫോണോ വാച്ചോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേപോലെ 2 പെട്ടിയുണ്ട് കേട്ടോ. ഒരു റെഡും ഉണ്ട്. V9 കളക്ഷൻ എന്നാണ് എഴുതിയിരിക്കണേ. ഓപ്പൺ ആക്കി നോക്കാം. യെസ്, വാച്ച്. ഞാൻ പറഞ്ഞില്ലേ വാച്ച് തന്നെ. ഓ, ഇത് ഏത് വാച്ചാണെന്നറിയാമോ? നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടോ ഒരു മറ്റേ കറങ്ങുന്ന വാച്ച്, വണ്ടിയുടെ വീല് ഉള്ള വാച്ച്. ഓക്കെ, എന്ത് രസമാണ് നോക്കിയേ. ലൈക്ക് ആക്ച്വലി ഇത് ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഉണ്ട്. ഇത് പക്ഷേ കോപ്പിയാണ് സാധനം, അല്ലാതെ ഒറിജിനലൊന്നും അല്ല. ബട്ട് ഇറ്റ്സ് ലുക്ക് സോ ഗുഡ്. നമുക്ക് ആ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി ഭയങ്കര നൈസ് കേട്ടോ. പക്ഷെ എൻ്റെ സൈസാണോ? അല്ല, എനിക്ക് കുറച്ചുകൂടി സൈസ് വേണം. എൻ്റെ സൈസ് അല്ല, അത് മാത്രമുള്ള പ്രശ്നം. ഇതെനിക്ക് തോന്നുന്നു V9, അതായത് V9 എഞ്ചിൻ കളക്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതേപോലെ റെഡ് കളറും അവർ അയച്ചു തന്നിട്ടുണ്ട്. അതാണ് നോക്കാം. എനിക്കത് ഫെറാറി ആയിരിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഗിവ് അവേ ആയിട്ട് ഇടാം കേട്ടോ. എനിക്ക് എന്തായാലും ഞാൻ ഇങ്ങനത്തെ വാച്ചുകൾ ഉപയോഗിക്കാറില്ല. ഗിവ് അവേ ആയിട്ട് തരാം. നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഇത് അതിൻ്റെ തന്നെ സെയിം സാധനം, ബട്ട് റെഡ് ലുക്ക് സോ ഗുഡ്. 2 വേരിയൻസ് ആണ് അവർ അയച്ചു തന്നിട്ടുള്ളത്, റെഡ് കളറും ഗ്രീൻ കളറും. ബട്ട് റെഡാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. സോ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ഗിവ് അവേ വേണോ വേണ്ടേ എന്നുള്ളത്. എനിക്കറിയില്ല നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. വേണമെങ്കിൽ ഞാനിത് ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആർക്കെങ്കിലും കൊടുക്കാം. അടുത്ത നമ്മുടെ സാധനം, ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അതായത് എയർപോഡ്സ് 2030 ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് സാധനം. ഫ്രണ്ടിൽ ഒരു സ്ക്രീനുള്ള എയർപോഡ്സ് പ്രോ. വാവ്. ചാർജ് ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ചാർജ് ഇല്ല. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ കറൻ്റ്ലി പ്ലേ ചെയ്യുന്ന പാട്ട് നമുക്ക് പ്ലേ ആൻഡ് പോസ് ബട്ടണും അതുപോലെ തന്നെ നെക്സ്റ്റ് ബട്ടണൊക്കെ ഈ ഒരു സ്ക്രീനിൽ വരും. ഇതൊരു ടച്ച് സ്ക്രീനാണ്. ഈ ഒരു ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറേ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. മേ ബി ഈ സാധനം പല ബ്രാൻഡുകൾക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം കോപ്പി സാധനമാണ്. അതിൻ്റെ അകത്ത് ആർക്കും എന്തും ചെയ്യാമല്ലോ, എന്ത് ബുദ്ധി കൊണ്ടുവരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ചെയ്തൊരു ബുദ്ധിയാണ്. ബട്ട് ഇറ്റ്സ് സംതിങ് കൂൾ. എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാട്ടും കേൾക്കാം. ഇതിൻ്റെ പേര് വരെ എഴുതി വെച്ചിരിക്കുന്നതാണ് എയർപോഡ്സ് പ്രോ 2+ സെക്കൻഡ് ജനറേഷൻ 2024. അടുത്ത വർഷം ഇറങ്ങുള്ളതാണ്. അല്ല, ഈ വർഷമല്ലേ 24. ANC ENC ഡബിൾ ഡാർക്ക് നോയ്സ് റിഡക്ഷൻ ടച്ച് കൺട്രോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. ക്വാളിറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും. ഭയങ്കര കിടലൊന്നുമല്ല. ഞാൻ പ്ലേ ചെയ്ത് നോക്കി, അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കും. അടുത്ത് വീണ്ടും ഒരു വാച്ചാണ് S8 Ultra. ഫസ്റ്റ് S8 Ultra ഹണികോംബ് എഡിഷൻ. സ്പെക്ക് ഞാൻ വായിച്ചു തരാം. ഇതിനകത്ത് സിം കാർഡ് സപ്പോർട്ട് ചെയ്യും, 4G ഇൻ്റർനെറ്റ് സപ്പോർട്ട് ചെയ്യും, 1GB റാം ഉണ്ട്, 16GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട്. ആപ്പും ഗെയിമെല്ലാം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. 1.99 ഇഞ്ചിൻ്റെയാണ് ഡിസ്പ്ലേ. അത് കൊള്ളാമല്ലോ. സിമ്മ് വരെ ഇടാം. ഒരു ഫോണായിട്ട് തന്നെ ഉപയോഗിക്കാമല്ലോ, കൈ കിട്ടുന്ന ഒരു ഫോൺ. നിങ്ങളെ ലുലുവിൽ പോകുന്നുണ്ടെങ്കിൽ, ട്രിവാൻഡ്രം ലുലുവിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ലുലു ഫാഷൻ്റെ അകത്ത്
ലുലു ഫാഷൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് വാച്ചൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഫസ്റ്റ് കാണുന്ന സെക്ഷനിൽ അങ്ങ് അറ്റം പോകുമ്പോൾ അവിടെ ഒരു വാച്ച് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വിരലിലിടാൻ പറ്റുന്ന വാച്ച്, അതായത് ഒരു മോതിരം പോലെ ഇടാം. 10,000 രൂപ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി നോക്ക്, ഫൺ സാധനം. സോ ഇതേപോലത്തെ വാച്ച് തന്നെയാണ് അന്ന് ഞാൻ അൺബോക്സ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ഇതിൻ്റെ അകത്ത് എല്ലാ സ്മാർട്ട് വാച്ചിൻ്റെ അകത്ത് സംഭവിക്കുന്ന പോലെയുള്ള എല്ലാ പരിപാടികളും ഇതിനകത്തുണ്ട്. എക്സ്ട്രാ ഉള്ളത് ഇവിടെ സൈഡിലായിട്ട് നമുക്ക് സിം ട്രേ ഉണ്ട്, അത് ഊരിയിട്ട് സിം ഇടാൻ പറ്റും. 4G കണക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പല ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ മാപ്പ് ആയാലും സ്പോട്ടിഫൈ ആയാലും ഇതേപോലുള്ള സെറ്റപ്പുകൾ. ഇത് ഞാൻ അന്നും ചെയ്ത സമയത്ത് പറഞ്ഞത് തന്നെ, ബട്ട് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇതേപോലൊരു സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് മേടിക്കാം. എല്ലാ സാധനങ്ങളും നമ്മൾ പരീക്ഷിക്കണമല്ലോ, അതുകൊണ്ട് നമ്മളിത് ട്രൈ ചെയ്തതാണ്. അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ്, ഡ്രോൺ. E88 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡബിൾ ഡ്രോൺ. ഡുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, അതായത് താഴോട്ടുള്ള ക്യാമറയുണ്ട്, സ്ട്രൈറ്റ് ഫോക്കസ് ചെയ്യുന്ന ക്യാമറയുണ്ട്. ഈ ഡ്രോണിൻ്റെ ആപ്പിനകത്ത് നമുക്കത് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും, ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ബട്ടണിൽ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യും. 3 ലെവൽ സ്പീഡുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ഫ്ലിപ്പൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ഓൾറെഡി ഇതിനെ ഓപ്പൺ ആക്കി ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തായിരുന്നു, ഇല്ലെങ്കിൽ നാണൊക്കെ ഇടും നിങ്ങളുടെ മുന്നിൽ. ഒരു ബാഗിലാണ് വരുന്നത്. ഓക്കെ, ആ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ റിമോട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിമോട്ട്. ഇതാണ് ഈ ഡ്രോണിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇതാണ് നമ്മുടെ ഡ്രോണിനെ നമുക്കിങ്ങനെ അൺഫോൾഡ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലായിട്ടൊരു ഭാഗമുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ബാറ്ററി. ഇത്രയേ ഉള്ളൂ സാധനം. ഇത് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു ഇതിൽ കണക്ട് ചെയ്യുന്നൊരു പ്ലഗ് ഉണ്ട്, ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ പ്ലഗ് കണക്ട് ചെയ്യുക, ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുക. മേളിലായിട്ട് ഒരു പവർ ബട്ടൺ ഉണ്ട്, ആ പവർ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ലൈറ്റൊക്കെ കത്താൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആക്റ്റീവ്. ഇതിൻ്റെ വിഷ്വൽ കാണണമെന്നുണ്ടെങ്കിൽ RCFPV എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് ഫോൺ വഴി ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഫോൺ വഴി ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഫോണിൻ്റെ അകത്ത് ഇതാ എല്ലാ പരിപാടികളും കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പൊക്കുന്നത്? ഓക്കെ, അയ്യോ, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണേ? യെസ്. ഇതെന്താ സംഭവം എന്നറിയാമോ? നല്ല പ്രാക്ടീസ് വേണം. ഇത് നടക്കൂല. ഓക്കെ, ഇതിനകത്ത് ഞാൻ 360 കാണിച്ചു തരാം. 360. ഓക്കെ, വർക്കായില്ല കേട്ടോ. ഡ്രോൺ കണ്ടല്ലോ നിങ്ങൾ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് അയച്ചു തന്നത്. സാധനങ്ങളൊക്കെ കൊള്ളാം, നോമിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഡ്രോണ് ഞാൻ കുറച്ചുകൂടി ഒന്ന് ഓടിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ദിവസം വന്ന് നിങ്ങൾക്ക് ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്മോൾ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.